മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേറ്റീവിലെ ഒരു ട്രിക്കാണ്. നമ്മുടെ കോഷ്യൻ റൂളിലെ ഒരു പ്രോബ്ലമാണ്. നമുക്ക് സാധാരണ അറിയാം കോഷ്യൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ ദ ഹോൾ സ്ക്വയർ. അതൊരു എൻട്രൻസിൽ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകുമ്പോൾ അതിനെ അങ്ങനെ ചെയ്തിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്ത് ബ്രാക്കറ്റെല്ലാം ഓപ്പൺ ചെയ്ത് ഫൈനൽ ആൻസർ ആകുമ്പോഴത്തേക്ക് നമ്മുടെ സമയം ഒത്തിരി പോകും. എപ്പോഴും നമ്മുടെ ഇതിൻ്റെ എൻട്രൻസിൻ്റെ ആൻസർ എന്ന സിംപ്ലിഫൈഡ് ഫോം ആയിരിക്കും. അപ്പോൾ ആ സിംപ്ലിഫൈഡ് ഫോമിൽ എത്തിക്കുക എന്നുള്ളതാണ് വളരെ ഫാസ്റ്റിൽ. അതിനുവേണ്ടിയുള്ള ഒരു മെത്തേഡാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. വളരെ നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കണം. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊന്ന് ഷെയർ ചെയ്യണം. കാരണം ഇതിപ്പോൾ NDA മാത്രമല്ല, നമ്മൾ ഏത് എൻട്രൻസിനും മാത്സ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന റിസൾട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ വരാൻ പോകുന്ന സെപ്റ്റംബർ ബാച്ചിനും ജോയിൻ ചെയ്യാം. നെക്സ്റ്റ് ഇയറിലുള്ള NDA ബാച്ചിന് ജോയിൻ ചെയ്യാം, കീമിന് ജോയിൻ ചെയ്യാം, JEEക്ക് ജോയിൻ ചെയ്യാം. JEE ആകുമ്പോൾ നമുക്ക് അതിനുള്ള ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസുകളും കാര്യങ്ങളും മെറ്റീരിയലുമാണ് തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആ ടൈപ്പ് ആ മോഡൽ ഒന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് d/dx ഓഫ് a ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ c ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ഡി. ഇതാണ് നമ്മുടെ ഫോർമാറ്റ്. ആ ഫ്രാക്ഷൻ ഫോർമാറ്റ് ഇങ്ങനെ ഇരിക്കും. ആ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഏത് ഫംഗ്ഷനും അവിടെ വരാം എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, അതിപ്പം നമ്മൾ സൈൻ എക്സ് വരാം, കോസ് എക്സ് വരാം, ടാൻ എക്സ് വരാം, റൂട്ട് എക്സ് വരാം, ലോഗ് എക്സ് വരാം, ഇ⁻x വരാം, എക്സ് സ്ക്വയർ വരാം, ആരും വരാം. ആര് വന്നാലും ആൻസർ എഴുതുന്നൊരു ഫോർമാറ്റ് പറയാൻ പോവാണ്. ആൻസർ എഴുതുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നോക്കിക്കോ, ഈ A ഇൻറ്റു ഡി അങ്ങോട്ട് എഴുതണം, മീൻസ് AD മൈനസ് ഈ C ഇൻറ്റു ബി, ദാറ്റ് ഈസ് BC. അതൊരു ബ്രാക്കറ്റിൽ എഴുതുക. ഓക്കെ, മീൻസ് ഡിറ്റർമിനൻ്റ് എന്നുള്ള മെത്തേഡ് കേട്ടോ. 1, 2, 3, 4 വന്നാൽ ഈ പ്രോഡക്റ്റിൽ നിന്ന് ഈ പ്രോഡക്റ്റിനെ മൈനസ് ചെയ്യണം. ഓക്കെ, അവിടെ ഇൻറ്റു f'(x). അപ്പോൾ ഇവിടെ ആരാണോ ഫംഗ്ഷൻ അയാളുടെ ഡെറിവേറ്റീവ് പുറത്തെഴുതണം. ബൈ ഡിനോമിനേറ്റർ ആരാണോ അയാളുടെ ചുമ്മാ ഒന്ന് സ്ക്വയർ എഴുതണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിനോമിനേറ്റർ, അയാൾക്ക് എന്ത് എഴുതണം? സ്ക്വയർ. തീർന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമാറ്റ്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റും ആൻസർ എഴുതേണ്ട ഷോർട്ട് കട്ടിൻ്റെ ഫോർമാറ്റ് മനസ്സിലായെങ്കിൽ പ്രോബ്ലത്തിലൂടെ കയറാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. d/dx ഓഫ് 3 tan x പ്ലസ് 2 ഡിവൈഡഡ് ബൈ 4 tan x പ്ലസ് 7. ഓക്കെ ആണല്ലോ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യനും നിങ്ങളുടെ ഫോർമാറ്റും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ABCD കണ്ടു. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ ആരാണ്? ടാൻ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ആൻസറിനെ നമുക്ക് ഫസ്റ്റ് ഒറ്റ സ്റ്റെപ്പ് ചെയ്യാൻ പറ്റും. A ഇൻറ്റു ഡി ഉണ്ടല്ലോ, A ഇൻറ്റു ഡി കണ്ട് ഈ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ വരുമ്പോൾ 3 ഇൻറ്റു 7 ദാറ്റ് ഈസ് 21 മൈനസ് 4 ഇൻറ്റു 2 8 ഇൻറ്റു ഇനി എന്താ നോക്കിക്കേ, ഇവിടെ ആരാണോ എഫ് ഓഫ് എക്സ് അയാളുടെ ഡെറിവേറ്റീവായ f'(x) എഴുതണം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ടാൻ എക്സ് ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ്? 6² x ബൈ ഡിനോമിനേറ്റർ ആരാണോ അയാളുടെ സ്ക്വയർ, മീൻസ് 4 tan x പ്ലസ് 7 ദ ഹോൾ സ്ക്വയർ. ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 21 മൈനസ് 8 ആൻസർ ഈസ് ആരാണ്? 13. 6² x ഡിവൈഡഡ് ബൈ 4 tan x. 4 tan x ഉണ്ടായിരുന്നു, 4 tan x പ്ലസ് 7 ദ ഹോൾ സ്ക്വയർ. പ്രോബ്ലം തീർന്നു. അപ്പോൾ ഇത് നമുക്കിനിയും ഈ സ്റ്റെപ്പ് പോലും എഴുതേണ്ട ആവശ്യമില്ല. 3 ഇൻറ്റു 7 21 മൈനസ് 4 ഇൻറ്റു 8 13 എന്ന് എഴുതിയാൽ മതി. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. എക്സാം ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഇങ്ങനെ ആയിരിക്കണം. ഓക്കെ, മറ്റൊരു പ്രോബ്ലം കൂടെ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് d/dx ഓഫ് 4 sin x മൈനസ് 3. ഓക്കെ, ഇവിടെ പ്ലസ് ഞാനൊന്ന് മാറ്റി മൈനസ് ആക്കി കേട്ടോ. ബൈ 2 sin x പ്ലസ് 3. 3 തന്നെ അടക്കട്ടെ, അതൊന്നും കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എഴുതുന്ന ഫോർമാറ്റ് എന്താണെന്ന് നോക്കിക്കണം. 4 ഇൻറ്റു 3 എത്രയാണ്? 12 മൈനസ് 2 ഇൻറ്റു മൈനസ് 3 മൈനസ് 6. അപ്പോൾ ആ മൈനസോട് ചേർന്ന് പ്ലസ് 6 ഇൻറ്റു സൈൻ എക്സ് ആണ് ഇവിടുത്തെ ഫംഗ്ഷൻ. ദെൻ ഡെറിവേറ്റീവ് ഈസ് കോസ് എക്സ് ബൈ ഡിനോമിനേറ്റർ ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് 2 sin x പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ. 12 പ്ലസ് 6 ആൻസർ ആരായിട്ട് മാറി? 18. ഫൈനൽ ആൻസർ ഈസ് 18 cos x ഡിവൈഡ് ബൈ
2 sin x + 3 the whole square. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു ചെറിയൊരു ട്രിക്കാണ്, വലിയ പ്രശ്നക്കാരനൊന്നുമല്ല, സാധാരണ ക്വസ്റ്റ്യനാണ്, അല്ലാതെ ഇതൊരു പുതിയ ക്വസ്റ്റ്യൻ അല്ല, പഴയ ക്വസ്റ്റ്യൻ തന്നെയാണ്, പഴയ ട്രിക്ക് തന്നെയാണ്. നിങ്ങൾക്ക് പക്ഷേ ചിലപ്പോൾ ഇത് പുതുതായിട്ട് ഒന്നിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഒരു പ്രയോജനപ്പെടുന്ന ഒരു ക്ലാസ് ആണെങ്കിൽ, മീൻസ് ഒരു ചെറിയ പ്രോബ്ലം ആണെങ്കിലും അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വളരെ ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിന്. എല്ലാവർക്കും ഗുഡ് ബൈ.